ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ കേരള സ്റ്റൈൽ ഞണ്ട് കറിയാണ് കേട്ടോ. എന്താ ഈ ഒഴുകി നടക്കുക ഞണ്ട് ഉണ്ടല്ലേ, 1 കിലോ ഞണ്ട് വാങ്ങിച്ചതാണേ. നമുക്കതിന് വേണ്ടി കറി വയ്ക്കാൻ ആദ്യമായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. തിളയ്ക്കേണ്ട, വെള്ളം നന്നായിട്ടൊന്ന് നുരി വരുന്നത് പോലെ ആകുമ്പോഴേക്കും ഓഫ് ചെയ്യാം. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 4 മീഡിയം ടൈപ്പ് സവാള, 2 തക്കാളിക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരുണ്ട വെളുത്തുള്ളി, 3 പച്ചമുളക്. നമുക്കതൊന്ന് അരിഞ്ഞ് വയ്ക്കാം. അപ്പോഴേക്കും നമ്മളുടെ ആ വെള്ളം നൊരിയൊക്കെ വന്ന് ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ആ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് ആ ഞണ്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോഴേക്കും അവരത് ഓൾറെഡി കുറച്ച് ക്ലീൻ ചെയ്താണ് തന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ പുറത്തെ ആ തോടൊക്കെ കളഞ്ഞൊക്കെ അവർ തന്നിരിക്കുന്നത്. അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്താണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പണിയില്ല. അപ്പോൾ ആ ചൂടുകൾ അതിലേക്ക് വെച്ച് അങ്ങ് മാറ്റി വയ്ക്കാം. അതൊന്ന് ചൂടാറട്ടെ. അപ്പം എന്താണ്ടടാ ഓടി വന്നിട്ടുണ്ട് നമ്മുടെ തുമ്പിച്ച്. ഞണ്ടോ എന്തി അമ്മേ കാണിച്ച അമ്മയെന്നും പറഞ്ഞുകൊണ്ട്. പുള്ളിക്കാരത്തി ആദ്യമായിട്ടാണ് ഞണ്ട് കാണുന്നത്. ക്യാമറ കണ്ടപ്പോൾ ഒരു ചിരിയും പാസ്സാക്കിയിട്ടുണ്ട്. നമ്മളിത് അപ്പുറത്തുള്ള കുട്ടിയാണ് കേട്ടോ. അവളും ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുക. അങ്ങനെ നമ്മുടെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഏകദേശം ആറിയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതിങ്ങ് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. കണ്ടില്ലേ, ഈ സവോളയുടെ അല്ലി പോലുള്ള ഈ സാധനമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത്, ഇതൊക്കെ വേസ്റ്റ് സാധനങ്ങളാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് കളയേണ്ടതാണ്. കണ്ടില്ലേ, ഈ സവോളയുടെ അല്ലി പോലെ ഇരിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ ഇതുപോലെ ഞുള്ളി കളയണം. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആയ കാരണമാണ് കേട്ടോ. ഒരു കൈ കൊണ്ട് പിടിച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മകളൊക്കെ ഉണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം. തുമ്പിച്ചിൻ്റെ അവിടെ വന്ന് സൈഡിൽ നിന്ന് ഭയങ്കര വർത്തമാനത്തിലാണ് ആൾ. കണ്ടല്ലേ, ക്യാമറ നോക്കി ചിരിക്കുകയോ കത്രികയൊക്കെ എടുത്ത് ഞാനും കൂടെ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കക്ഷി. കണ്ടോ, ഓരോന്ന് എന്നോട് വന്ന് ചോദിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഈ ബാക്കിലുള്ള ഈ സാധനങ്ങളെല്ലാം നമുക്ക് കളയണം. എന്നിട്ട് ഈ 2 കാലും നമുക്കങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ അങ്ങ് പൊട്ടിച്ചെടുക്കാം. കിടക്കുന്നു, അത് തെറിച്ചും പോയി. ഈ 2 കാലും അങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉൾവശം ഇതുപോലെ നമ്മളിങ്ങനെ കൈയിട്ട് നന്നായിട്ട് കഴുകണം. ഇതിനകത്താണ് ഈ വേസ്റ്റൊക്കെ ഉള്ളത്. അത് നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടങ്ങ് ക്ലീൻ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഈ പുറകിലുള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. പറഞ്ഞില്ലേ, ഓൾറെഡി അവർ കട്ട് ചെയ്ത് തന്നിരിക്കുന്നതാണ്. നമുക്ക് ഒത്തിരി പണിയില്ല കേട്ടോ. അവിടുന്ന് ഓൾറെഡി കുറച്ച് അവർ ക്ലീൻ ചെയ്താണ് തന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ കൈ. കണ്ടോ, ഇതാണ് അവൻ്റെ മെയിൻ ഐറ്റം. എൻ്റെ അമ്മോ, ഇതുകൊണ്ടെങ്ങാനും നിർക്ക് കിട്ടിയ എൻ്റെ എടാ മോനെ, പിന്നെ രക്ഷയും കാണുകയില്ല. പിന്നെ ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല. അതുപോലത്തെ ആയുധമാണിത്. കണ്ടില്ലേ. അപ്പോൾ നമുക്കിത് ആ ഇറുക്കുന്ന ആ ഒരു അത്രയും ആ ഒരു പൊസിഷൻ അത് വേണ്ട. ആ ഒരു സ്ഥലം നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അത് നമുക്ക് വേസ്റ്റ്, അത് നമുക്ക് വേണ്ട. അവൻ്റെ ഇറുക്കുന്ന സാധനമൊക്കെ അവൻ കൈ വെച്ചാൽ മതി അല്ലേ. അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഒരു വിധത്തിൽ ക്യാമറ മാറ്റി വെച്ചിരിക്കുക. ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്യാനിരുന്നത് നന്നായിട്ടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് കണ്ടില്ലേ, അതിൻ്റെ കൈ എടുത്തിട്ട് ഈ ഒരു ഭാഗം കണ്ടങ്ങ് കട്ട് ചെയ്യണം. കണ്ടില്ലേ, ഇവിടെ കണ്ടങ്ങ് കട്ട് ചെയ്ത് കളയണം. അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ആ ഒരു ഇറുക്കുന്ന ആ വശം നമ്മളതിന് കളയാം, അത് വേസ്റ്റാണ്. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെ ആയിട്ട് അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ 2ആയിട്ട് നടുക്കൂടെ ഒന്നുകൂടെ കട്ട് ചെയ്യണം. എന്നിട്ട് ഇത് 2 പീസാക്കി എടുക്കണം. ഇതിപ്പോൾ ഒരുപാട് വലിയ ഞണ്ടൊന്നുമല്ല കേട്ടോ, ഒരുപാട് ചെറുതുമല്ല, ഒരു മീഡിയം ടൈപ്പ് ഞണ്ട. അത് കാരണം കത്രിക കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. ഒരുപാട് വലിയ ഞണ്ടൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തോടിനൊക്കെ നല്ല കട്ടിയാണ്. അപ്പം കുറച്ച് പാടായിരിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ നടുക്ക് ഈ ഓറഞ്ച് കളറിലിരിക്കുന്നത് അത് ഇതിൻ്റെ കൊഴുപ്പാണെന്നാണ് പറയുന്നത്. അത് എടുക്കാം എന്നും പറയുന്നുണ്ട്, ചിലരെടുക്കും കേട്ടോ. പക്ഷെ ഞാൻ എടുക്കാറില്ല, ഞാൻ അതൊന്ന് കളഞ്ഞേക്കും. പിന്നെ അതായത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഓറഞ്ച് അല്ല, നമ്മുടെ സവോളയുടെ അല്ലി പോലുള്ളത് ഈ 2 സൈഡിലും കാണും. അത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ കിള്ളിക്കളയണം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് കിള്ളിക്കളഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയ 2 കാലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ കൈ 2 അങ്ങ് ഇതുപോലെ അങ്ങ് ഒടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കണം. ഇതുപോലെ ഇരിക്കും. കണ്ടില്ലേ, ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഇതൊന്നുമില്ല, ആകെ ശകലേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടില്ല, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ എല്ലാ ഇടയിലും മണ്ണ് കയറിയിരിക്കും. അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം ആ മണ്ണ്. അല്ലെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴേക്കും മണ്ണ് കടിക്കും.
ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് എടുത്തെടുത്തതിന് നടുക്കെല്ലാം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം. അതിൻ്റെ ഇടയിലെല്ലാം ഈ മണ്ണ് കയറിയിരിക്കും, നമ്മളത് അറിയില്ല അല്ലേ. ഇതെല്ലാം നന്നായിട്ടങ്ങ് അതിനകത്തെയും ഉള്ളിലെ സാധനങ്ങളും എല്ലാം അങ്ങ് എടുത്ത് കളയണേ. തുമ്പിച്ചൻ അവിടെ ഒരു ചിരുവൊക്കെ പിടിച്ചുകൊണ്ട് നിന്ന് ഭയങ്കര പാചകമാണ്. ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ പുള്ളിക്കാരത്തി എന്തൊക്കെയോ അവിടെ നിന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട്. ഭയങ്കര സംസാരത്തിലാണ് കണ്ടില്ലേ. ഇതുപോലെ നന്നായിട്ട് നമുക്കതങ്ങ് ക്ലീൻ ചെയ്യാം. കണ്ടോ, ഇപ്പം മൊത്തം അതങ്ങ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ദാണ്ട് അതുപോലെ ഇരിക്കും. അങ്ങനെ നമ്മളുടെ ഞണ്ടെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ക്ലീൻ ചെയ്ത് വന്നപ്പം ആശാന്മാരിത് ഇത്രയേ ഉള്ളൂ, കൂട്ടത്തോടെ വന്നിട്ട് ഇതാ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഇതിൻ്റെ ഇടയെല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കണ്ടോ, നല്ല വൈറ്റ് കളറിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. നന്നായിട്ട് അതിൻ്റെ ഇടയെല്ലാം നമ്മൾ കഴുകണം, അല്ലെങ്കിൽ മണ്ണ് കാണും. കണ്ടോ, ഉള്ളിലും എല്ലാം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകണം. നമ്മൾ മീനൊക്കെ വെട്ടിയിട്ട് തേച്ച് കഴുകുന്ന പോലെ തന്നെ. മൺചട്ടിയിൽ തേച്ച് കഴുകുന്നതിനും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ ചട്ടിയിൽ തന്നെ ഇട്ടാണ് കേട്ടോ കഴുകുന്നത്. ഇങ്ങനെ നമ്മളൊരു 3-4 പ്രാവശ്യം ഇത് നന്നായിട്ടൊന്ന് തേച്ച് കഴുകണം. നമ്മൾ തേച്ച് കഴുകുമ്പം മീനൊക്കെ തേക്കുമ്പം ഉളുമ്പ് വരുന്നത് പോലെ തന്നെ ഇതിനും ഉളുമ്പ് വരും. നന്നായിട്ട് തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഉളുമ്പ് വെള്ളമൊക്കെ ഇറങ്ങി വരും. കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടില്ലേ, കണ്ടോ, ഇതുപോലെ ഉളുമ്പ് വെള്ളമൊക്കെ വരും. കാണാൻ പറ്റുന്നില്ലല്ലേ, ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചു തരാവേ. ഒരു മിനിറ്റ് കാണിച്ചു തരാം. നന്നായിട്ട് അതിൻ്റെ ആ ഉളുമ്പ് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇത് കണ്ടില്ലേ ഈ വെള്ളം. ഇനി നമ്മളിത് കളയണം. കളഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് ഇതിങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അതിനകത്തുള്ള എല്ലാ വേസ്റ്റുകളും മാറാൻ വേണ്ടിയിട്ടാണ്, ഉളുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളതങ്ങനെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണല്ലോ നമ്മുടെ കറികൾക്കൊക്കെ മെയിൻ. നമുക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിലും വെളിച്ചെണ്ണ ചേർത്താലല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഏകദേശം വേണ്ട ഒരളവിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ള അത്രയും വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നെ ഈ ചെറിയ സ്പൂണിന് 1 സ്പൂൺ കടുകും. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ആ കടുകും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കടുക് കിടന്നത് പൊട്ടാൻ തുടങ്ങി. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ ആ എണ്ണ ചൂടാതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പച്ചമണമൊക്കെ മാറി അതൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തോണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതാ കണ്ടില്ലേ, ഇതുപോലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഒരു ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു 4 മീഡിയം ടൈപ്പ് സവോളയാണ് കേട്ടോ ഇവിടെ ചേർത്തിരിക്കുന്നത്. ചെറിയുള്ളി ചേർക്കണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പം എനിക്ക് ഇവിടെ ചെറിയുള്ളി കഴിഞ്ഞിരിക്കുക, അത് കാരണം ഞാൻ സവോള ചേർത്തതാണ്. ചെറിയുള്ളി ചേർക്കേണ്ടവർക്ക് അതും ചേർക്കാം, അതാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കാണും. അങ്ങനെ നമ്മൾ സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. പിന്നെ ഈ സവോള വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർക്കും കേട്ടോ. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാൻ ഓൾറെഡി ഈ സവോള വഴറ്റുമ്പം ആ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് തന്നെ അങ്ങ് ചേർത്തേക്കും. പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലേ ഉള്ളൂ അതിന് ശേഷം ഞാൻ ചേർക്കത്തുള്ളൂ. കണ്ടില്ലേ, അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുവാണേ. നന്നായിട്ടിത് വഴന്ന് വരണം. ഇപ്പം ഞാനതൊന്ന് തീയൊക്കെ കുറച്ച് വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ അതായത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇങ്ങനെ പറയുന്ന കേൾക്കാം കേട്ടോ, ഇങ്ങനെ നമ്മളൊന്ന് വഴറ്റുമ്പോഴേക്കും കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുവാണെങ്കിലും പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടുമെന്ന്. ശരിയാണ് കേട്ടോ, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് സക്സസ് ആയിട്ടുമുണ്ട്. അത് കാരണം ഇങ്ങനെ നമ്മളപ്പോൾ ഇത്രയും നേരം ഇളക്കിക്കോണൊന്നും നിൽക്കണ്ട, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂൺ കണ്ടില്ലേ, അതിന് ഞാനൊരു 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 2.5 സ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 സ്പൂൺ നമ്മുടെ മീറ്റ് മസാല, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ 2 വലിയ തക്കാളിക്ക കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, അത് കാരണമാണ് ഞാൻ 2 വലിയ തക്കാളിക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ ഇവിടെ വെട്ടത്തിൻ്റെ പ്രശ്നമുള്ളത് കാരണം ഞാൻ ടോർച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണും. അതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യണം. അതായത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് നല്ല മെറൂൺ കളറാകുന്നത് വരെയും നമ്മളിങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ തീ കുറച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് നമ്മൾ വിട്ടിട്ട് പോവുകയൊന്നും ചെയ്യരുത്. ഒരു 2-3 മിനിറ്റ് നല്ല രീതിയിൽ ഇതുപോലെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. എന്നാൽ അതൊരു മെറൂൺ കളറാകും. ഇത് കണ്ടില്ലേ, ഏകദേശം ഒരു മെറൂൺ കളറായിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ നമ്മൾ നന്നായിട്ട് വഴറ്റി എടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഏകദേശം ഇതൊരു മെറൂൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 2 തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. അത് കാരണം നിങ്ങളുടെ പുളിക്കൊക്കെ നിങ്ങൾക്ക് എന്തോരം പുളി വേണോ അതുപോലെ തക്കാളിക്കൊക്കെ ചേർക്കാം കേട്ടോ. ഇതുപോലെ തക്കാളിക്കായും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ തക്കാളിക്കായും കൂടെ ചേർത്ത് ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളിക്ക് ഒരുപാട് ഞാൻ വഴറ്റിയില്ല കേട്ടോ. അത് കാരണം തിളയ്ക്കുമ്പോൾ കറിയിലിന് തിളയ്ക്കുമ്പോൾ ഓൾറെഡി അത് കലങ്ങിക്കോളും. അപ്പം അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒക്കെ വെച്ചിരിക്കുകയാണേ. അപ്പം അതിലേക്ക് ഏകദേശം ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം വീണ്ടും ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളിത് കണ്ടില്ലേ ഇതുപോലെയായി. ഇതിനിപ്പോൾ നമ്മൾ നന്നായിട്ട് നല്ല തിക്കായി കണ്ടോ, ഗ്രേവിയൊക്കെ കിടക്കുന്നുണ്ട്. ഇപ്പം നല്ല തിക്കായിട്ടാണ് കിടക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നല്ല തിക്കായിട്ട് കിടക്കും. നല്ലതായിട്ട് തക്കാളിക്കൊക്കെ ഇനി തിളച്ച് കഴിയുമ്പോൾ അതൊക്കെ അലുത്ത് പോയിക്കോളുവേ. കണ്ടോ, ഇതുപോലെ ആകും. ഇനി നമുക്കത് ഒന്ന് മൂടി വെക്കണമെങ്കിൽ മൂടി വയ്ക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ഞണ്ടിടാം. ഇല്ലെങ്കിൽ ഈ കൂടത്തിൽ തന്നെ നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഞാനിപ്പോൾ അത് മൂടി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞണ്ടും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. നമ്മൾ ആ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടെല്ലാം കൂടെ അതിലേക്ക് കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തിയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഇനിയിപ്പം നമ്മളത് നന്നായിട്ട് ഇളക്കി ആ മസാലകളെല്ലാം എല്ലായിടത്തും പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കണം. കണ്ടില്ലേ, ഇതുപോലെ ആ മസാലയെല്ലാം എല്ലായിടത്തും പിടിക്കുന്ന പോലെ ഇളക്കണം. ആ ഞണ്ടെല്ലാം ഫുള്ള് മസാലയിൽ പൊതിഞ്ഞെടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ നന്നായിട്ട് അങ്ങ് ഇളക്കണേ. ഇളക്കിയിട്ട് കണ്ടോ ഇതുപോലെ ഇളക്കി കൊടുത്ത് കണ്ടില്ലേ. എന്നിട്ട് അതൊക്കെ ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. കണ്ടില്ലേ, അതിപ്പോൾ തിളയ്ക്കുമ്പോൾ ഇത് ഇച്ചിരിയും കൂടെ വെള്ളം ഇറങ്ങും കേട്ടോ ഇതിന്ന്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തോടെ തുറന്ന് നോക്കിയപ്പോൾ ഹാൻ്റെ ആവി അടിച്ചിട്ടാണ് കേട്ടോ ക്യാമറയിലൊരു മഞ്ഞ് സ്ഥലത്തേക്ക് ചെന്ന പോലെ ആയത്. അത് കണ്ടില്ലേ, എല്ലാ സൈഡും 4 വശവും തിളച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ആഹാ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മണമൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചു. നമ്മളിത് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് വീണ്ടും നമുക്കത് മൂടി വയ്ക്കണം. വീണ്ടും ഒരു 3-4 മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് പറ്റി വരണം. അതായത് കണ്ടില്ലേ, വീണ്ടും ഞാനത് മൂടി വെച്ചതിന് ശേഷമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ തീ ഇത് കൂട്ടി വെച്ചില്ല നമ്മളിത് തിളപ്പിക്കുന്നത്. അതിന് ശേഷം നമ്മളതൊന്ന് കുറച്ച് വെച്ചേക്കണം. ഇപ്പോൾ അതേ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ എണ്ണയെല്ലാം 4 സൈഡിൽ നിന്നും തെളിഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ ഈ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കണ്ടില്ലേ, എന്നിട്ട് നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/2 മുറി തേങ്ങയും പിന്നെ കുറച്ചും കൂടെ തേങ്ങ നല്ല കട്ടിക്ക് തേങ്ങാപ്പാലാക്കി അതിലേക്ക് ചേർത്ത് കൊടുത്തു. കണ്ടോ, ആഹാ നമ്മുടെ കറിയുടെ കളറിൽ തന്നെ ഒരു മാറ്റം വന്നു. കണ്ടില്ലേ, നന്നായിട്ട് അത് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറിക്കൊരു ഗ്രേവിക്കൊരു തിക്ക് പോലെ ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് ചേർത്ത് കൊടുത്തപ്പം അതവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കുരുമുളകും ഞാൻ പൊടിച്ചു. ഗരം മസാലയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിപ്പം നോക്കാം. ആഹാ, ഇത് തിളച്ചിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാലയും
കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ, കുരുമുളക് പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഗരം മസാലയും കുരുമുളകും ഒക്കെ എല്ലായിടത്തും ഒന്നും ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് കണ്ടില്ലേ, കണ്ടോ, ഇതാ നമ്മുടെ ഞണ്ടിൻ്റെ കളറൊക്കെ നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്. കളറൊക്കെ മാറി. നമ്മൾ ഞണ്ടല്ലേലും ഇങ്ങനെയാണ് കേട്ടോ, ഞണ്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഓറഞ്ച് കളറാവും. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്കത് വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് ചാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. അല്ല കുറച്ചുകൂടെ ഒന്ന് പറ്റണമെന്നുണ്ടെങ്കിൽ, കുറച്ച് ഗ്രേവി അത് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് 2 മിനിറ്റ് കൂടെ കുറച്ച് തീ കൂട്ടി വെച്ച് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് കഴിയുമ്പോഴേക്കും ഇതാ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് മുമ്പത്തേനേക്കാളും വീണ്ടും കുറച്ചുകൂടെ അതിൻ്റെ ആ വെള്ളമൊക്കെ പറ്റി ചാറൊക്കെ പറ്റി കണ്ടോ, നല്ലൊരു തിക്നെസ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 കിലോ ഞണ്ടാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഇതാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ചേർക്കേണ്ട അളവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് നന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, ആഹാ എന്തൊരു മണമെന്നറിയോ, നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്, നല്ല തനി നാടൻ ഞണ്ട് കറി. കണ്ടില്ലേ, ഇതിപ്പം നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, പത്തിരിയോ പൊറോട്ടയോ കപ്പയോ എല്ലാത്തിൻ്റെയും കൂടെ നമുക്കിത് പോവും. കണ്ടില്ലേ, നമ്മുടെ കറി സെറ്റായി. ആഹാ, കപ്പയൊക്കെ പുഴുങ്ങിയതും ഞണ്ട് കറിയുമായിട്ട് ഒരു തട്ടട്ടെ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേട്ടില്ല, മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.